നമസ്കാരം. ഉത്തർപ്രദേശിൽ ബി.ജെ.പി കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയ വിമർശനങ്ങളാണ് ബി.ജെ.പിക്ക് നേരെ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ ഉയർത്തുന്നത്. ബി.ജെ.പിക്കെതിരെ ഫെബ്രുവരി 8-ാം തീയതി വാരണാസിയിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രതിഷേധ സമ്മേളനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. വാരണാസിയിലെ വരുണ പാലത്തിന് സമീപമുള്ള ശാസ്ത്രിഘട്ടിൽ സംവിധാൻ സംവാദ് മഹാപഞ്ചായത്ത് എന്ന പേരിലാണ് ഒരു സമ്മേളനം ഉത്തർപ്രദേശ് കോൺഗ്രസ് നടത്തുന്നത്. ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തെയും സംസ്ഥാനത്തെയും സാധാരണക്കാർ, കർഷകർ, സ്ത്രീകൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് എന്നും അജയ് റായ് പറയുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് മുൻപിൽ തലകുനിച്ചു എന്നും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും സഭയിൽ രാഹുൽ ഗാന്ധി നരവനെയുടെ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ ഉയർത്തി സംസാരിക്കുമ്പോൾ തടയുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ലാഹോറാബിലെ ക്യാമ്പ് ഓഫീസിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയത്. വാരണാസിയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സമീപകാലത്തെ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കോൺഗ്രസ് ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുമോ വാരണാസിയിൽ എന്ന ചോദ്യങ്ങളടക്കം ഉയരുന്ന സാഹചര്യമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും ബി.ജെ.പിക്ക് ഏറെ സ്വാധീനമുള്ള പല ഭാഗങ്ങളിലും വലിയ നേട്ടം നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതിനിടെയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യ കരാറുമായി ബന്ധപ്പെട്ട് വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വാരണാസിയിൽ വലിയൊരു പ്രചാരണ പരിപാടി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 8-ാം തീയതിയാണ് വാരണാസിയിലെ ജനങ്ങൾ ശാസ്ത്രിഘട്ടിൽ ഒത്തുകൂടണമെന്നും അവിടെ സഹാറൻപൂരിൽ നിന്നുള്ള ഇമ്രാൻ മസൂദ്, സീതാപൂരിൽ നിന്നുള്ള രാജേഷ് റാത്തോഡ്, പ്രയാഗ്രാജിൽ നിന്നുള്ള ഉജ്വൽ രാമൻ സിംഗ്, അമേത്തിയിൽ നിന്നുള്ള കിഷോരി ലാൽ, ബരാബങ്കിയിൽ നിന്നുള്ള തനൂജ് പുനിയ എന്നീ എംപിമാരും നിരവധി നേതാക്കളുമാണ് ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ തരത്തിൽ കൊട്ടിഘോഷിക്കുന്ന കരാർ അമേരിക്കയ്ക്ക് മുൻപിൽ തലകുനിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നും ഇപ്പോൾ അവർക്ക് വെനസ്വലയിൽ നിന്ന് എണ്ണ ലഭിക്കും, അമേരിക്കയ്ക്ക് ഇവിടെ സ്വാധീനമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഉത്തർപ്രദേശ് സർക്കാർ മദ്രസകളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ ഗോരഖ്നാഥ് പീഠത്തിൽ വൻതോതിൽ ധനസഹായം നൽകുന്നതിനെക്കുറിച്ചും സ്വർണ്ണ വഴിപാടുകളെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ മണികർണിക ഘട്ടിൽ തകർക്കപ്പെട്ട വിഗ്രഹങ്ങൾ എവിടേക്കാണ് പോയത് എന്നുകൂടി അജയ് റായ് ചോദിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്ന് തെറ്റായി പ്രചരിപ്പിച്ചു എന്നും വിഗ്രഹങ്ങൾ എവിടേക്കാണ് പോയത് എന്ന് സർക്കാർ സത്യം പറയണമെന്നും അജയ് റായ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ ഉത്തർപ്രദേശിൽ അജയ് റായ് ഉയർത്തുന്നത്.